നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യഹെസ്കേൽ പ്രവചനം 29-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. 10-ാം ആണ്ട് 10-ാം മാസം 12-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോന്റെ നേരെ മുഖം തിരിച്ച് അവനെക്കുറിച്ചും എല്ലാ മിസ്രയീമ്യരെ കുറിച്ചും പ്രവചിച്ചു പറയേണ്ടത് എന്തെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മിസ്രയീം രാജാവായ ഫറവോനെ, നിന്റെ നദികളുടെ നടുവിൽ കിടന്ന് ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാനതിനെ എനിക്കായിട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന മഹാനക്രമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ ചെകിളയിൽ ചൂണ്ടൽ കൊളുത്തി നിന്റെ നദികളുടെ മത്സ്യങ്ങളെ നിന്റെ ചെതുമ്പലിൽ പറ്റുമാറാക്കി നിന്നെ നിന്റെ നദികളുടെ നടുവിൽ നിന്ന് വലിച്ചു കയറ്റും. നിന്റെ നദികളിലെ മത്സ്യമൊക്കെയും നിന്റെ ചെതുമ്പലിൽ പറ്റിയിരിക്കും. ഞാൻ നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയൊക്കെയും മരുഭൂമിയിൽ എറിഞ്ഞു കളയും. നീ വെളിമ്പ്രദേശത്ത് വീഴും. ആരും നിന്നെ പെറുക്കുകയോ ശേഖരിക്കുകയോ ചെയ്യുകയില്ല. ഞാൻ നിന്നെ കാട്ടുമൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും ഇരയായി കൊടുക്കും. ഇസ്രായേൽ നിവാസികൾ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു ഓട പോലായിരുന്നു കൊണ്ട് അവരൊക്കെയും ഞാൻ യഹോവ എന്ന് അറിയും. അവർ നിന്നെ കയ്യിൽ പിടിച്ചപ്പോഴേക്ക് നീ ഒടിഞ്ഞ് അവരുടെ തോളൊക്കെയും കീറിക്കളഞ്ഞു. അവർ ഊന്നിയപ്പോഴേക്ക് നീ ഒടിഞ്ഞ് അവരുടെ നടുവൊക്കെയും കുലുങ്ങുമാറാക്കി. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ നിന്റെ നേരെ വാൾ വരുത്തി നിങ്കൽ നിന്ന് മനുഷ്യനെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയും. മിസ്രയീം ദേശം പാഴ് ശൂന്യവുമായിത്തീരും. ഞാൻ യഹോവയെന്ന് അവർ അറിയും. നദി എനിക്കുള്ളതാകുന്നു, ഞാനതിനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഞാൻ നിനക്കും നിന്റെ നദികൾക്കും വിരോധമായിരുന്ന് മിസ്രയീം ദേശത്തെ സേവേനെ ഗോപുരം മുതൽ കൂശിലെ അതിർത്തി വരെ അശേഷം പാഴ് ശൂന്യമാക്കും. മനുഷ്യന്റെ കാല് അതിൽ കൂടി കടന്നു പോകുകയില്ല, മൃഗത്തിന്റെ കാല് അതിൽ ചവിട്ടുകയില്ല. 40 സംവത്സരത്തേക്ക് അതിൽ നിവാസികൾ ഇല്ലാതെയിരിക്കും. ഞാൻ മിസ്രയീം ദേശത്തെ ശൂന്യ പ്രദേശങ്ങളുടെ കൂട്ടത്തെ ശൂന്യമാക്കും. അതിലെ പട്ടണങ്ങൾ ശൂന്യപ്രദേശങ്ങളുടെ കൂട്ടത്തെ 40 സംവത്സരത്തേക്ക് ശൂന്യമായിരിക്കും. ഞാൻ മിസ്രയീമ്യരെ ജാതികളുടെ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: 40 സംവത്സരം കഴിഞ്ഞിട്ട് ഞാൻ മിസ്രയീമ്യരെ അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളിൽ നിന്ന് ശേഖരിക്കും. ഞാൻ മിസ്രയീമിന്റെ പ്രവാസം മാറ്റി അവരെ അവരുടെ ജന്മദേശമായ പത്രോസ് ദേശത്തേക്ക് മടക്കി വരുത്തും. അവിടെ അവർ ഒരു ഹീനരാജ്യമായിരിക്കും. അത് രാജ്യങ്ങളിൽ വെച്ച് അതിഹീനയായിരിക്കും. ഇനി ജാതികൾക്ക് മേലായി അത് തന്നെത്താൻ ഉയർത്തുകയും ഇല്ല. അവർ ജാതികളുടെ മേൽ വാഴാതെ വണ്ണം ഞാൻ അവരെ കുറച്ചു കളയും. ഇസ്രായേൽ ഗൃഹം തിരിഞ്ഞ് അവരെ നോക്കുമ്പോൾ അത് ഇനി അവരുടെ അകൃത്യം ഓർപ്പിക്കുന്നതായൊരു ചരണമായിരിക്കുകയില്ല. ഞാൻ യഹോവയായ കർത്താവെന്ന് അവർ അറിയും. 27-ാം ആണ്ടിൽ 1-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്ന, മനുഷ്യപുത്ര, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ സോറിന്റെ നേരെ തന്റെ സൈന്യത്തെ കൊണ്ട് വലിയ വേല ചെയ്യിച്ചു. എല്ലാ തലയും കഷണ്ടിയായി, എല്ലാ ചുമലും തോലുരിഞ്ഞുപോയി. എങ്കിലും സോറിന് വിരോധമായി ചെയ്ത വേലയ്ക്ക് അവനോ അവന്റെ സൈന്യത്തിനോ അവിടെ നിന്ന് പ്രതിഫലം കിട്ടിയില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ മിസ്രയീം ദേശത്തെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന് കൊടുക്കും. അവൻ അതിലെ സമ്പത്ത് എടുത്ത് അതിനെ കൊള്ളയായിട്ട് കവർച്ച ചെയ്യും. അത് അവന്റെ സൈന്യത്തിന് പ്രതിഫലമായിരിക്കും. ഞാൻ അവന് മിസ്രയീം ദേശത്തെ അവൻ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമായി കൊടുക്കുന്നു. അവർ എനിക്കായിട്ടല്ലോ പ്രവർത്തിച്ചത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്നാളിൽ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കി അവരുടെ നടുവിൽ നിനക്ക് തുറന്നു വായ് നൽകും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. പ്രവാസത്തിന്റെ 10-ാം ആണ്ട് 10-ാം മാസം 12-ാം തീയതി യഹെസ്കേലിനുണ്ടായ അരുളപ്പാടാണ് 29-ാം അധ്യായം. 1 മുതൽ 16 വരെ വാക്യങ്ങൾ മിസ്രയീമിന്റെ പാപത്തെക്കുറിച്ചാണ്. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ മിസ്രയീമിനെ ദൈവം ബാബേലിന് അടിമപ്പെടുത്തും എന്നാണ്.
ദൈവത്തിന് ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല ഓരോ രാജ്യത്തെക്കുറിച്ചും പദ്ധതികളുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും പ്രവൃത്തി അനുസരിച്ചാണ് അവിടുന്ന് ന്യായം വിധിക്കുന്നത്. ദാനിയേലിന്റെ പ്രവചനത്തിലൂടെ അത്യുന്നതൻ സകല രാജ്യത്വങ്ങളുടെ മേലും വാഴുന്നു എന്ന്. മിസ്രൈമിനെ സംബന്ധിച്ച് അത് നദികളാൽ സമ്പന്നമായിരുന്നു. കാർഷിക സമൃദ്ധിയും മൃഗസമൃദ്ധിയും വ്യാപാര അഭിവൃദ്ധിയും ഉണ്ടായതിനാൽ അവർ നിഗളിച്ചു. ദൈവത്തെ ബഹുമാനിച്ചില്ല. അവർ കടുകട്ടി വിഗ്രഹാരാധികളായിരുന്നു. ദൈവം മിസ്രൈമിനെ ഒരു മഹാനക്രത്തോടാണ് ഉപമിച്ചത്. ദൈവം അതിനെ മത്സ്യങ്ങളോടുകൂടെ ചൂണ്ടയിൽ മരുഭൂമിയിലേക്ക് വലിച്ചെറിയും. ആകാശത്തിലെ പക്ഷികൾക്കവ ഇരയാകും. ഇസ്രയേലിനെ ചതിച്ചതായിരുന്നു മിസ്രൈമിന്റെ വലിയ പാപം. ഇസ്രയേൽ ബാബേൽ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ മിസ്രൈം രാജാവിൽ അഭയം നേടി. പക്ഷേ മിസ്രൈം രാജാവ് ചതിച്ചു. അതുകൊണ്ട് ദൈവം 40 വർഷത്തെ ശിക്ഷ മിസ്രൈമിന് നൽകി. 40 വർഷം ആൾപ്പാർപ്പില്ലാതെ കഴിയുമെന്നായിരുന്നു. 20-ാം ആണ്ട് 1-ാം മാസം 1-ാം തീയതി വീണ്ടും അരുളപ്പാടുണ്ടായി. മിസ്രയീം ബാബേലിന് അടിമപ്പെടണം എന്നുള്ളതായിരുന്നു അത്. സംഭവിച്ചു. അവസാനം 21-ാം വാക്യം ഇസ്രയേലിന്റെ യഥാസ്ഥാപനമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയപ്പെടാതെ സൃഷ്ടാവായ, രക്ഷിതാവായ, പരിപാലകനായ, ന്യായാധിപനായ ദൈവത്തെ, യഹോവയെ അല്ലെങ്കിൽ യേശുവിനെ ഭയപ്പെടാതെ പിതാക്കന്മാർ അവരുടെ അജ്ഞാതകാലത്ത് അത് കല്ലാണ്, മരമാണ് ദൈവം, മലയാണ്, പുഴയാണ് ദൈവം എന്ന് പറഞ്ഞു പഠിപ്പിച്ചത്, അതിനെ പിന്തുടരുന്ന ആളുകൾ തീർച്ചയായിട്ടും ന്യായവിധിക്കപ്പെടും. തീയോ കാറ്റോ പക്ഷിയോ അല്ലെങ്കിൽ മൃഗമോ ഇഴജാതിയോ ഒന്നുമല്ല ദൈവം. മരിച്ചവരല്ല, മനുഷ്യരല്ല ദൈവം. ദൈവം ഇതിനെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവാണ്. അത് യേശുവാണ്. വെള്ളത്തെ വീഞ്ഞാക്കി വെള്ളത്തിന് മേൽ നടന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ച് യേശു താൻ ദൈവമാണെന്ന് തെളിയിച്ചു. അതുകൊണ്ട് യേശുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുന്ന ഈ കാലത്ത് യേശുവിനെ സ്നേഹിക്കുവാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ ഇടയായാൽ നമ്മുടെ ഭാവി ധന്യമായി അനുഗ്രഹമായി തീരും. അതിന് ദൈവം ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് അവർക്കായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.